ദൈവം എന്തേ പ്രവർത്തിക്കാതെ ഇരിക്കുന്നത് എന്നൊരു 1-ാം അധ്യായം നിങ്ങൾക്കുണ്ടെങ്കിൽ, മകളെ, 1-ാം അധ്യായം കൊണ്ട് നിന്റെ ചരിത്രം തീരില്ല. നിന്റെ ജീവിതത്തിൽ ഒരു 2-ാം അധ്യായം ഉണ്ടാകും. ദൈവം സംസാരിക്കുന്ന, ദൈവം ഇടപെടുന്ന, ദൈവം മറുപടി തരുന്ന, ദൈവം ഉത്തരമരുളുന്ന, ദൈവം ദർശനങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു 2-ാം അധ്യായം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത് ഇന്ന് ഈ സന്ദേശം ഏറ്റെടുക്കുന്നവർ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ദൈവം മിണ്ടാതിരുന്ന ഒരു 1-ാം അധ്യായമുണ്ട്. ദൈവം നോക്കി നിന്ന ഒരു 1-ാം അധ്യായമുണ്ട്. ദുഷ്ടന്റെ ദോഷം കണക്കിടാതിരുന്ന ഒരു 1-ാം അധ്യായമുണ്ട്. എന്തേ ദൈവമേ നീ അവിടുന്ന് പ്രവർത്തിക്കാത്തത്, മിണ്ടാതിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ച ഒരു 1-ാം അധ്യായമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ അറിയിക്കുന്നു, ഈ ഒരു 1-ാം അധ്യായം കൊണ്ട് നിന്റെ ചരിത്രം തീരുന്നില്ല, നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല. നിനക്കൊരു 2-ാം അധ്യായമുണ്ട്. ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന, സംസാരിക്കുന്ന ഒരു 2-ാം അധ്യായം. സാഹചര്യങ്ങളുടെ നടുവിൽ അല്പമായി പിറുപിറുത്തു പോയി, സംശയിച്ചു പോയി, അങ്ങ് പറഞ്ഞു പോയി, എൻ്റെ ദൈവമേ എന്നുള്ള കുറ്റബോധമൊന്നും അകത്ത് വേണ്ട. ആമീൻ. എന്താ ദൈവമേ നീ പ്രവർത്തിക്കാത്തത് എന്ന് ചോദിച്ച നിന്നെ കൊണ്ട് നിന്റെ കാതിൽ അവൻ ഉത്തരം തരുന്ന മണിക്കൂറുകളുണ്ട്. നിന്റെ കരത്തിൽ അവൻ മറുപടി തരുന്ന നിമിഷങ്ങളുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ആണ്ടുകൾ തീരും മുൻപേ, വർഷങ്ങൾ തീരും മുൻപേ അവന്റെ പ്രവൃത്തിയെ അവൻ ചെയ്തിരിക്കും. അവൻ അതിനെ ജീവിപ്പിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർ വിളിച്ചു പറയും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും?